നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. CPIM സംസ്ഥാന സമ്മേളനത്തിലെ കരട് റിപ്പോർട്ടിനെതിരെ VS അച്യുതാനന്ദൻ്റെ ബദൽ കുറിപ്പ്. പിണറായി വിജയൻ്റെ സ്വേച്ഛാവാഴ്ചയാണ് പാർട്ടിയിൽ നടക്കുന്നതെന്ന് VS ബദൽ കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു. TP വധത്തിലും സോളാർ സമരത്തിലും അടക്കം പിണറായി വിജയൻ്റെ നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് കുറിപ്പ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിയ കുറിപ്പ് VS കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി. CPIM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ടിൽ കടുത്ത വിമർശനമുള്ളതാണ് VSനെ പ്രകോപിപ്പിച്ചത്. പാർട്ടി പ്രതിരോധത്തിലാകുന്നതിന് തന്നെ പഴിചാരുന്നത് വസ്തുതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനങ്ങൾക്ക് VS ബദൽ കുറിപ്പ് തന്നെ തയ്യാറാക്കി. TP വധം, തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ, സോളാർ സമരം തുടങ്ങിയ വിഷയങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ നിലപാടുകൾ തിരിച്ചടിയായെന്ന് VS കുറിപ്പിൽ ആരോപിക്കുന്നു. TP വധത്തിൽ കോടതി ശിക്ഷിച്ച PK കുഞ്ഞനന്ദനെയും മനോജനെയും പാർട്ടി സെക്രട്ടറി ന്യായീകരിക്കാൻ നിർബന്ധിതമാകുന്നതിന്റെ സാഹചര്യം പരിശോധിക്കപ്പെടണം. കുഞ്ഞനന്ദനും മനോജനും വായ തുറക്കുമെന്ന് ഭയന്നിട്ടല്ലേ അദ്ദേഹം ഇത്തരമൊരു നിലപാടെടുക്കുന്നത്? പാർട്ടിയെ ദുഷിപ്പിക്കുകയും തീവ്ര വലത് രീതിയിലുള്ള ഉന്മൂലനത്തിലേർപ്പെടുകയും ചെയ്തവരെ പുറത്താക്കി പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് പകരം ഇവരെ സംരക്ഷിക്കാനാണ് പാർട്ടി നേതൃത്വം ശ്രമിച്ചതെന്ന് VS കുറ്റപ്പെടുത്തുന്നു. സോളാർ സമരം സംഘടിപ്പിച്ച രീതിക്കെതിരെയും കടുത്ത വിമർശനം കുറിപ്പിൽ VS ഉന്നയിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ കണ്ടോൺമെന്റ് ഗേറ്റ് തുറന്നിടാൻ തീരുമാനിച്ചത് ആരാണെന്ന് VS ചോദിക്കുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റ് പോലും ചേരാതെ സമരം അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിക്കാൻ എന്തിനായിരുന്നു ഇത്ര തിടുക്കമെന്നും VS ചോദിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് RSP മുന്നണി വിട്ടതിനെയും VS പിണറായിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. RSPയുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറില്ലെന്ന നിലപാടാണ് പാർട്ടി സെക്രട്ടറിക്കുള്ളത്. പാർട്ടി സഖാക്കളോട് കാട്ടുന്ന സ്വേച്ഛാധിപത്യ സമീപനവും അഹങ്കാരവുമാണ് സഖ്യകക്ഷികളോടും കാട്ടുന്നത്. ഈ അഹങ്കാരവും വലതുപക്ഷ വ്യതിയാനവും ചേർന്നാണ് സംസ്ഥാനത്ത് LDFന്റെ അടിത്തറ തകർക്കുന്നതെന്ന് VS കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇടതു പാർട്ടികളെ ഒന്നൊന്നായി മുന്നണി വിടാൻ നിർബന്ധിച്ച് അതിലൂടെ ഉണ്ടാകുന്ന വിടവ് വലതുപക്ഷക്കാരെയും വർഗീയ പാർട്ടികളെയും കൊണ്ട് നികത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത്രത്തോളം എത്തിയിരിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ വലതുപക്ഷ വ്യതിയാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോസ്റ്റർ വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രസ്താവനയ്ക്ക് കനത്ത വില നൽകേണ്ടി വന്നു. പാർട്ടി കമ്മിറ്റികളെ തെരഞ്ഞെടുക്കുന്നതിലെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്നും കുറിപ്പിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിയ കുറിപ്പ് VS കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. VS കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ കുറിപ്പിലെ സോളാർ സമരം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ N മാധവൻകുട്ടി, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ KM ഷാജഹാൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ N മാധവൻകുട്ടി, സോളാർ സമരം പിൻവലിച്ചതിനെ പല കോണുകളിൽ നിന്ന് പലരും വിമർശിച്ചിരുന്നു. അന്നെല്ലാം അത് ഒരു ശരിയായ തീരുമാനമാണ്. ചില ഉറപ്പുകൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഇത് സംബന്ധിച്ച് ലഭിച്ചു. ഭാഗികമായി ഇടതുമുന്നണിയുടെ ആവശ്യം അംഗീകരിച്ചു. അതിൻ്റെ പേരിലാണ് സമരം പിൻവലിച്ചത് എന്നായിരുന്നു CPIM നേതൃത്വം നൽകിയിരുന്ന വിശദീകരണം. എന്നാൽ VS ഇപ്പോൾ അതെല്ലാം തള്ളിയിരിക്കുന്നു. അങ്ങനെ സെക്രട്ടേറിയറ്റ് ചേർന്നില്ല, കൂടിയാലോചന നടന്നില്ല, എല്ലാ രീതിയിലും അത് പാർട്ടി സെക്രട്ടറിയുടെ ഒരു തീരുമാനം എന്ന നിലയിലാണ് VS അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരാതെ ഇടതുമുന്നണി കൂടിയാലോചന നടത്താതെ സോളാർ സമരം പിൻവലിച്ചു? എന്നോട് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടാതെയാണോ പിൻവലിച്ചതെന്നോ, അല്ലെങ്കിൽ അത് പിൻവലിച്ചത് സഖാ VS അച്യുതാനന്ദൻ അന്നുണ്ടായിരുന്ന അഭിപ്രായമല്ല ഇപ്പോഴുള്ളതെന്നോ, ഇതൊന്നും ഞാനൊരു മറുപടി പറയാൻ ബാധ്യസ്ഥനല്ലല്ലോ. എനിക്ക് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. അത് അദ്ദേഹം എന്തുകൊണ്ട് സഖാ VS ഇപ്പോൾ ഇങ്ങനെ പറയുന്നു എന്നുള്ള ചോദിച്ചതിന് പണ്ട് നടക്കാത്ത എന്താണെന്ന് ഇപ്പോൾ ഈ ഉത്സവ പിറ്റേന്ന് ഇതെല്ലാം കഴിഞ്ഞ് പടക്കവും മാലപ്പടക്കവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനുശേഷം ചർച്ച ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും പുതിയതിൽ തുടങ്ങാം. പ്രകാശ്, ഈ പഴയ കാര്യത്തിലേക്ക് റിട്രോസ്പെക്റ്റീവ് അങ്ങനെ പുതിയതല്ല ശ്രീ N മാധവൻകുട്ടി, അങ്ങനെ പുതിയൊരു കാര്യമല്ല. കാരണം സോളാർ സമരം പിൻവലിച്ചത്, അതുപോലെ തന്നെ CPIയുടെ ഭാഗത്ത് നിന്ന് ഉയർന്ന അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന വിമർശനം ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന UDF സർക്കാരിനെതിരായ സമരത്തിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ പാർട്ടി നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് VS നൽകിയ കത്താണ്, അല്ലെങ്കിൽ ആ രേഖയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ VSന്റെ അഭിപ്രായം CPIയുടെ അഭിപ്രായത്തോടും പൊതുവിമർശനത്തോടും ചേർന്ന് നിൽക്കുന്നു. അത് CPM ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രകാശൻ, CPM ഈ ഇത്തരത്തിലുള്ള വാദമുഖങ്ങളെല്ലാം ഏകകണ്ഠമായി പാർട്ടി ഘടകങ്ങളിൽ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. യാതൊരു പ്രസക്തിയുമില്ല. ശ്രീ KM ഷാജഹാൻ, മാധവൻകുട്ടി പറയുന്നത് പോലെ ആ സമരം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെല്ലാം അതിൻ്റെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ തള്ളിക്കളഞ്ഞതും ആ പിൻവലിച്ച നടപടി
പൂർണ്ണമായും ശരിവെക്കുന്നതുമാണ് എങ്കിൽ ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ്റെ ആ വിഷയത്തിലെ വിമർശനത്തിന് കാരണമെന്ത്? ശ്രീ KM ഷാജഹാൻ. അല്ല പ്രകാശ്, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, VS അച്യുതാനന്ദൻ ഈ വിമർശനം എടുക്കുന്നത് എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യം എന്തുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സോളാർ സമരത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എത്രയോ കാലം നിശബ്ദത പുലർത്തി. അതിനുശേഷം 14 ജില്ലാ സമ്മേളനങ്ങൾ നടന്നു. ആ ജില്ലാ സമ്മേളനങ്ങളൊന്നും നടന്നപ്പോഴൊന്നും ഇത്തരം വിമർശനങ്ങളൊന്നും ഒരു ഭാഗത്തുനിന്ന് ഉയർന്നതായി കണ്ടില്ല. ഇപ്പം എന്തോ ഒരു ആശങ്ക VS അച്യുതാനന്ദനെ ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി VS അച്യുതാനന്ദൻ ഈ വിഷയങ്ങളുമായി വീണ്ടും രംഗത്ത് വരികയാണ്. അത് VS അച്യുതാനന്ദനെ ഏതെങ്കിലും കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ഭീതി കൊണ്ടാണോ, അതോ VS അച്യുതാനന്ദൻ ഇന്ന് 96-ാം വയസ്സിൽ വീണ്ടും ഒന്ന് മത്സരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ വ്യക്തിനിഷ്ഠമാണ് ഈ ഇത്തരം ആരോപണങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കിതെല്ലാം സംശയമില്ല. പക്ഷേ മാധവൻകുട്ടി പറഞ്ഞതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതെല്ലാം പാർട്ടി തള്ളിക്കളഞ്ഞതാണ്, പാർട്ടി ചർച്ച ചെയ്ത് ചവിറ്റുകൂട്ടയിൽ എറിഞ്ഞതാണ് എന്ന് പറയുന്നത് കൊണ്ട് അതൊന്നും ഉയരരുത് എന്നും അതിലൊന്നും ഒരു വസ്തുതയില്ല എന്നും അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അത്തരമൊരു സമീപനം ഈ ഡൽഹിയിലൊക്കെ ഉള്ള ഈ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തിന് ശേഷമെങ്കിലും ഇത്തിരി ഒന്ന് സഹാനുഭൂതിയും സഹിഷ്ണുതയിലേക്കൊക്കെ വരുന്നത് നന്നായിരിക്കും എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബാക്കിയുള്ളത് അടുത്ത ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞുകൊള്ളാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, സോളാർ സമരം പിൻവലിച്ച സമയത്ത് പൊതു സമൂഹത്തിൽ നിന്ന് ഉയർന്ന സംശയങ്ങൾ, അതായത് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം പ്രഖ്യാപിച്ചു, പക്ഷേ കൻ്റോൺമെൻറ്റ് ഗേറ്റ് മാത്രം തുറന്നിട്ടു. അങ്ങനെ മുഖ്യമന്ത്രിക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും കഴിഞ്ഞു. ഇതാര് തീരുമാനിച്ചു എന്നാണ് ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ ഈ രേഖയിൽ ചോദിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം തിരുവനന്തപുരത്തുണ്ടായിരിക്കെ അങ്ങനെ ഒരു കൂടിയാലോചന ഇല്ലാതെ ആ സമരം പിൻവലിക്കപ്പെട്ടു. സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ രാജിയില്ല, വേണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം ആകാം. പക്ഷേ ആ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം അത് സർക്കാർ അംഗീകരിച്ചു എന്ന രീതിയിൽ തിടുക്കപ്പെട്ട് ആ സമരം പിൻവലിച്ചു. ഇത് മറ്റാരുമല്ല പറയുന്നത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ, കേന്ദ്ര കമ്മിറ്റി അംഗമായ, പോളിറ്റ് ബ്യൂറോ അംഗമായ, കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീ VS അച്യുതാനന്ദൻ പറയുന്നു, പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഈ സമരത്തിൽ പിൻവലിച്ചതിൽ കൂടിയാലോചന നടന്നിട്ടില്ല എന്ന്. VS അച്യുതാനന്ദൻ അങ്ങനെ ഒരു കുറിപ്പ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. രേഖ എന്നൊന്നും വിളിക്കണമെന്നില്ല നാം അതിനെ. അങ്ങനെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഏകദേശം വ്യക്തമായി. കാരണം കൊടുത്ത VS അത് കൊടുത്തിട്ടില്ല എന്ന് ഇത്തവണ പറയാനുള്ള അവസരം അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് കൊടുത്തു എന്ന് തന്നെ തീരുമാനിക്കാം. സാധാരണഗതി വെട്ടിലാകുന്ന പ്രകാശ് കാരാട്ട് ഇത്തവണ വളരെ ശ്രദ്ധിച്ചു നിന്നു. അതുകൊണ്ടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനൊരു കുറിപ്പിന്റെ നിലനിൽപ്പിനെ കുറിച്ച് നമുക്ക് ആശങ്ക വേണമെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം ഇതിനു മുമ്പ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി താങ്കൾ സൂചിപ്പിച്ച PK പ്രകാശ് സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ആദ്യമായും താങ്കൾ മനസ്സിലാക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിലും സംഘടനാ നിയമവും അനുസരിച്ച് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പാർട്ടിക്ക് പകരമായി പ്രവർത്തിക്കാനുള്ള അവകാശം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കുണ്ട്. സംസ്ഥാന പാർട്ടിക്ക് വേണ്ടി സംസ്ഥാന പാർട്ടി ഏത് നിലപാടെടുത്തിരിക്കുന്നു അത് പറയേണ്ടയാൾ വക്താവായിരിക്കുന്ന ഏറ്റവും ഉന്നതനായ വക്താവിന് ഉന്നതനായ ഡിസിഷൻ മേക്കറുമാകാൻ പറ്റും സന്നിഗ്ധ ഘട്ടത്തിൽ. അതുകൊണ്ട് ഒരു കമ്മിറ്റിയും വിളിക്കാതെ സമരം പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള അവകാശം സംഘടനാപരമായി ഉള്ളയാളാണ് സംസ്ഥാന സെക്രട്ടറി. അത് മറക്കാതിരിക്കുക. അതുകൊണ്ട് അതിനുള്ള അവകാശമുണ്ട്. അതിന് കമ്മിറ്റി കൂടണമെന്ന് പോലുമില്ല. അതിന് കൂടാതിരിക്കാനുള്ള സാഹചര്യം അടുത്ത കമ്മിറ്റിയിൽ വിശദീകരിച്ചാൽ മതിയാകും. ആ നിലയ്ക്ക് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമരം പിൻവലിച്ചു എന്ന് പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ സാഹചര്യത്തിലും തോമസ് ഐസക് എന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹം പോയി പള്ളി പറഞ്ഞാൽ മതി എന്ന നിലയ്ക്ക് പറയുന്നതും ഞാനും താങ്കളും എല്ലാവരും കേട്ടതാണ്. ആ അർത്ഥത്തിൽ ആശയക്കുഴപ്പമുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ആശയക്കുഴപ്പം ഉന്നയിക്കുന്നത് എപ്പോഴാണ്? ഷാജഹാൻ പറഞ്ഞതുമാതിരി ഈ 14 ജില്ലാ സമ്മേളനത്തിന് ശേഷം ഇന്നാണോ? അതിനു മുമ്പ് എത്രയോ യോഗങ്ങൾ കടന്നുപോയി. അത് പാർട്ടിക്കുള്ളിൽ തന്നെ എത്രയോ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പാർട്ടി ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ട ഒരു കാര്യം, നാം ആരും പാർട്ടിക്കാരല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ താങ്കളടക്കം എന്തിനെ ഇവിടെ ചർച്ച ചെയ്യുന്നു? അതിന്റെ സംഗതം എന്താണ്, സാങ്കത്യം എന്താണ് എന്നാണ് മാധവൻകുട്ടി ചോദിച്ചത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, CPIMന്റെ തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഇപ്പോൾ ആലപ്പുഴ സംസ്ഥാന സമ്മേളനം വരെയുള്ള ആ പാർട്ടിയുടെ സമരപരിപാടികൾ, പ്രവർത്തനങ്ങൾ, സംഘടനാപരമായ നടപടികൾ, അതിൻ്റെ കോട്ടങ്ങളും നേട്ടങ്ങളും, ഇതാണല്ലോ സംസ്ഥാന സമ്മേളനത്തിൽ വയ്ക്കുന്ന ആ സംഘടനാ റിപ്പോർട്ട്, ആ പ്രവർത്തന റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ
അതിൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്നാണ് VS പറയുന്നത്. ഇപ്പോൾ സോളാർ സമരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ സമരം അങ്ങനെയാണെങ്കിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്നില്ല. കാരണം ജുഡീഷ്യൽ അന്വേഷണ സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പിൻവലിച്ച സമയത്ത് CPM ഒറ്റയ്ക്ക് നടത്തിയ സമരമല്ലല്ലോ, ഘടകകക്ഷികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഘടകകക്ഷി നേതാക്കളായ NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ AKG സെൻറ്ററിൽ ചെന്ന് മീറ്റിങ്ങിനിരിക്കുമ്പോൾ ടെലിവിഷൻ ചാനലുകളിലൂടെയാണ് പിൻവലിച്ച കാര്യം അറിയുന്നത് എന്ന്. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് തിരുവനന്തപുരം ടൗണിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഉണ്ടായിരിക്കെ സെക്രട്ടറിയിലേക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു അവകാശം ചുരുങ്ങിയത്? ഈ ചോദ്യമല്ലേ VS ഉന്നയിക്കുന്നത്? അല്ല PK പ്രകാശ്, നിങ്ങൾക്ക് വീണ്ടും തെറ്റി. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ മര്യാദ അനുസരിച്ച് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഏകപക്ഷീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് വേണ്ടി എടുക്കാൻ സെക്രട്ടറിക്ക് അവകാശമുണ്ട് എന്നാണ്. ഇവിടെ താങ്കൾ പറഞ്ഞത് LDF പോലെ ഒരു കാര്യമാണ്. അതിനകത്ത് വൈക്കം വിശ്വൻ എത്ര പാർട്ടിക്കാരെ അല്ലെങ്കിൽ എത്ര മുന്നണി പാർട്ടികളുടെ നേതാക്കളെ ആയിട്ട് സംസാരിച്ചു എന്ന് നമുക്കറിയില്ല. അതുമാതിരി തന്നെ എത്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായി ശ്രീ പിണറായി വിജയൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും പന്ന്യൻ രവീന്ദ്രനൊക്കെ പിൻവലിച്ച കാര്യം അറിയാമെന്നാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് അതിനുശേഷം എത്രയോ കമ്മിറ്റികൾ, എത്രയോ സെക്രട്ടേറിയറ്റുകൾ, എത്രയോ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ ഒക്കെ പാർട്ടിയുടെയും LDF യോഗങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു. ആ കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ റാറ്റിഫൈ ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകാം. ഞാനത് താങ്കളോട് സൂചിപ്പിക്കാൻ വ്യക്തമായി പറയാം. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കാര്യങ്ങൾ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു സമരം പിൻവലിച്ചതുമായി വിമർശനത്തിന്റെ സമയത്ത് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ആളുകൾക്ക് തടസ്സമുണ്ടാകും, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ VS അച്യുതാനന്ദൻ വസ്തുതാപരമായി 1, 2, 3 എന്ന നിലയിൽ സോളാർ സമരം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണല്ലോ. അതിൽ എന്തെല്ലാമാണോ ന്യായീകരിച്ചിരുന്നത്, സമരം പിൻവലിക്കുന്നതിൻ്റെ കാര്യമായി പറഞ്ഞിരുന്നത്, അതൊന്നും ശരിയായ രീതിയിലല്ല എന്നാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ തൻ്റെ ഈ ഭാഗം കൂടി സംസ്ഥാന സമ്മേളനത്തിൽ വയ്ക്കണം എന്ന ആവശ്യമല്ലേ അദ്ദേഹം പറയുന്നത്? അതെ, സംസ്ഥാന സമ്മേളനത്തിൽ വെക്കണമെന്ന ആവശ്യം സംഘടനാപരമായി VSനെ സമ്മേളനത്തിൽ ഉന്നയിക്കാം, അതുപോലെ തന്നെ മേൽഘടകത്തിൽ ഉന്നയിക്കാം. അദ്ദേഹം മേൽഘടകം അംഗമാണ്, അദ്ദേഹം അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പ്രശ്നം അതല്ല, അത് ചർച്ച ചെയ്യപ്പെടുക എന്നതാണോ ആനുകാലിക രാഷ്ട്രീയ പ്രമേയം? ശ്രീ M മുകുന്ദൻ പറഞ്ഞതുമാതിരി VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള പടലപ്പിണക്ക സ്വഭാവത്തോടു കൂടിയ പഴയ വിഭാഗീയ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് സായുജ്യമടയുക. പത്രങ്ങൾക്ക് നല്ല സായുജ്യമല്ല. ഇത് അങ്ങനെ പത്രങ്ങൾ അങ്ങനെ പറയരുത്. കാരണം ഇത് ആം ആദ്മിയുടെ കാര്യം ചർച്ച ചെയ്യണമെന്ന് M മുകുന്ദൻ പറഞ്ഞതുപോലെയല്ല. CPIM-ന്റെ പ്രധാനപ്പെട്ട ഇന്ന് ഭരിക്കുന്ന UDF-നെതിരായി, അതിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരത്തിൽ സംഭവിച്ച വീഴ്ച, ഇന്നും ആ വീഴ്ച തുടരുന്നു എന്ന് താങ്കൾക്കറിയാമല്ലോ. മാണിയുടെ കാര്യം ഇനി സമരം പരിപാടികൾ പിന്നീട് ആവിഷ്കരിക്കും. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കാര്യം, അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന വാക്ക് തന്നെ CPM-നെതിരെ ഘടകകക്ഷികൾ ഉയർത്തിയല്ലോ. അപ്പോൾ ഈ കാര്യം VS പിണറായി എന്ന നിലയിലല്ല, മറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരിക്കുന്ന മുന്നണിക്കും സർക്കാരിനുമെതിരമായ സമരത്തിൽ സംഭവിച്ച വീഴ്ച എന്ന നിലയിലാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതെ, അങ്ങനെ ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും VS അച്യുതാനന്ദന് ഇല്ല. VS അച്യുതാനന്ദന് ആവശ്യപ്പെടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച് ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഓട്ടോ ഓഫ് ദി പാട്രിയാർക്ക് എന്ന നിലയ്ക്ക് അധികാരത്തിന്റെ അവസാന ഘട്ടത്തിലാണ് VS അച്യുതാനന്ദൻ ഉള്ളത്. കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹം മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആണെന്ന് പറയുമ്പോൾ ഒരു മന്ത്രിസ്ഥാനത്താണ് അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായി ഇരുന്നത്, പാർട്ടി സ്ഥാനത്തല്ല. അങ്ങനെ ഇരുന്ന് അതിന്റെ സൗകര്യങ്ങളും ഫലപ്രദമായി ഒരു തടസ്സവുമില്ലാതെ ഉപയോഗിച്ചയാളാണ് അദ്ദേഹം. അത് ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാന സമ്മേളനത്തിലൂടെ ഒരുപക്ഷെ ഷാജഹാൻ സൂചിപ്പിച്ചത് മാതിരി തന്നെ ഒരു സംസ്ഥാന സ്ഥാനചലനം ഒരുപക്ഷെ VS അച്യുതാനന്ദന് ഉണ്ടായിക്കൂടുന്നില്ല. അത്തരം സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് VS അച്യുതാനന്ദന് മുമ്പ് തന്നെ നമുക്ക് മറ്റു ചില നേതാക്കൾക്കുണ്ടായ അനുഭവം, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രസക്തനാകണമെങ്കിൽ പാർട്ടിയിൽ വലിയ അംഗീകാരം ഇപ്പോൾ ഇല്ലാത്ത, കൂടെ നിൽക്കാൻ ആളില്ലാത്ത VSനെ സംബന്ധിച്ച് ഇപ്പോഴും പഴയ മാതിരി ആ പഴയ ഡൈക്കോട്ടമി ഉണ്ടല്ലോ, അത് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പത്രങ്ങൾക്ക് വ്യവഹരിക്കാൻ പാകത്തിൽ ഒരു വിയോജനക്കുറിപ്പ് വേണം. ആ കുറിപ്പ് മാത്രമായിട്ടേ പാർട്ടി അത് കാണാനിടയുള്ളൂ. വ്യക്തമാണ് ശ്രീ ഭാസ്കരേന്ദ്രബാബു, ദയവായി തുടരുക. ശ്രീ രാജു എബ്രഹാം, എന്താണ് സോളാർ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ ഇന്ന് താങ്കൾ നൽകിയ മൊഴി? തട്ടിപ്പ് കേസ് നിലവിൽ വന്ന ശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ,
ആ സംഭവങ്ങളിൽ നിയമസഭയിൽ ഉന്നയിച്ച കാര്യങ്ങളുണ്ട്, നിയമസഭയ്ക്ക് പുറത്തു വന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പാകെ എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ സോളാർ കമ്മീഷന് മുമ്പാകെ ഹാജരായത്. അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മുമ്പ് ശ്രീ തോമസ് ഐസക് ഇന്ന് കമ്മീഷന് മുമ്പാകെ ഹാജരായിരുന്നു. നാളെ ശ്രീരാമകൃഷ്ണൻ ഹാജരാവുന്നുണ്ട്. അടുത്ത ദിവസം ഹാജരാകട്ടെ. ശ്രീ രാജു എബ്രഹാം, ഹാജരാകുന്നവരുടെ പട്ടിക മുഴുവൻ നിരത്തണമെന്നില്ല. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സോളാർ അഴിമതിയിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന മൊഴിയും തെളിവുകളുമാണോ നിങ്ങൾ ഇന്ന് കമ്മീഷന് നൽകിയത്? സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പാണ് എന്ന ടേംസ് ഓഫ് റെഫറൻസ് എത്തിയതിനെ തുടർന്നാണ് ഞങ്ങൾ ഇതിൽ ഹാജരാവുന്നത്. ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫ് ഉൾപ്പെടെ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു തട്ടിപ്പ്, ഒരു കുംഭകോണം എന്ന നിലയിലാണ് ഞങ്ങൾ ഇന്ന് കമ്മീഷന് അങ്ങനെയാണ് നിങ്ങൾ മൊഴി നൽകിയത്. അതായത് ശ്രീ രാജു എബ്രഹാം, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്, ഏറ്റവും വലിയ അഴിമതി, അതിനുള്ള തെളിവുകളും അതിനടിസ്ഥാനമായി CPIഎമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ MLA-മാർ എന്ന നിലയിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾ ഇന്ന് കമ്മീഷന് സമർപ്പിച്ചു. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലാത്ത ഒരാളാണ് ഉമ്മൻചാണ്ടി എന്ന കാര്യം നിങ്ങൾ ഇന്ന് കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് അദ്ദേഹം മാറണം എന്നുള്ളതാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രധാനമായി ഉന്നയിച്ച ഒരു കാര്യം. കാരണം നമ്മളത് ചർച്ച ചെയ്തതാണ്. മുഖ്യമന്ത്രിയായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാർ നടത്തുന്നു. വളരെ വ്യക്തമാണ്, വിശദീകരിക്കപ്പെട്ടതാണ്. ഒറ്റ ചോദ്യം കൂടി. അതിൽ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിങ്ങൾ നടത്തിയ പ്രക്ഷോഭം, അത് രാജി വയ്ക്കേണ്ട ഒരാളാണ് മുഖ്യമന്ത്രി, അതിനുള്ള തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമരം വെറും ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ചപ്പോൾ പിൻവലിച്ച നടപടി തെറ്റായിപ്പോയി എന്ന VSന്റെ നിലപാടായി പുറത്തു വരുന്ന കാര്യങ്ങൾ. ഇനി VSന്റെ നിലപാട് താങ്കൾക്ക് അറിയില്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടുണ്ടല്ലോ, മുഖ്യമന്ത്രി രാജിവെക്കുന്നതിന് മുമ്പ് സമരം പിൻവലിച്ച് ശരിയായില്ല. അത് താങ്കളുടെ ഇപ്പോഴത്തെ നിലപാടും നിങ്ങൾ കമ്മീഷന് നൽകിയ മൊഴിയുമായി ചേർത്ത് വായിക്കുമ്പോൾ മുഖ്യമന്ത്രി രാജിവെപ്പിക്കേണ്ടതായിരുന്നു ഈ മുഖ്യമന്ത്രിയെ, അല്ലേ? അല്ല, VSന്റെ നിലപാടുകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നിയമസഭയിൽ ഞങ്ങൾ പ്രതിപക്ഷം VSും കോടിയേരി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കന്മാർ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി മാറി നിൽക്കണം എന്നുള്ള കാര്യമാണ്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി നിയമസഭയിൽ തയ്യാറായില്ല. അങ്ങനെയല്ല ശ്രീ രാജു എബ്രഹാം, അതായത് നമുക്കെല്ലാവർക്കും അറിയാം ജുഡീഷ്യൽ അന്വേഷണം വേണമെങ്കിൽ ആകാം എന്ന നിലപാട് ആദ്യം മുതലേ, ഏത് കാര്യം വേണമെങ്കിലും ഉൾപ്പെടുത്തിക്കോ അന്വേഷിച്ചോ എന്ന കാര്യം ആദ്യം മുതലേ ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു. അതാണ് ഇന്ന് അച്യുതാനന്ദനും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പോരാ, മറിച്ച് ഈ മുഖ്യമന്ത്രി തുടരരുത്, സെക്രട്ടേറിയറ്റിൽ ഈ അഴിമതിക്കാർ കയറരുത്, ഇതായിരുന്നു നിലപാട്. ആ നിലപാട് മാറ്റിയത്, ആ മുഖ്യമന്ത്രിയെ തുടരാൻ അനുവദിച്ചത്, അത് ശരിയായില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രകാശ് പറഞ്ഞത് ശരിയാണ്. ജുഡീഷ്യൽ അന്വേഷണം ഞാൻ നടത്താം എന്ന് 5 തവണ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോഴിയുടെ മുലയൂട്ട് പോലെ പറഞ്ഞതല്ലാതെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ആ സാഹചര്യത്തിലാണ് നിയമസഭ നിർത്തിവെച്ചത്. നിയമസഭ മുന്നോട്ട് കൊണ്ടുപോയില്ല, കാലം തികയുന്നതിന് മുമ്പ് തന്നെ നിർത്തിവെച്ചു. അതുകൊണ്ടാണ് പുറത്ത് ഈ 2 ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം സമരത്തിലേക്ക് പോയത്. പ്രതിപക്ഷം നടത്തിയ സമരം ഉജ്ജ്വല വിജയമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശ്രീ എൻ മാധവൻകുട്ടി, ഉമ്മൻചാണ്ടി സോളാർ പ്രശ്നത്തിൽ രാജിവെക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് ഇന്ന് സോളാർ കമ്മീഷന് മുന്നിൽ തെളിവ് കൊടുത്ത രാജു എബ്രഹാമിനാണെങ്കിലും ശ്രീ തോമസ് ഐസക്കിനാണെങ്കിലും എല്ലാവർക്കും ഉള്ളത്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിനോട്, ഈ സർക്കാരിനോട് സ്വീകരിക്കുന്ന സമീപനം, അതുപോലെ തന്നെ മുന്നണിയോടുള്ള സമീപനം, ഈ കാര്യത്തിലെല്ലാം VS അച്യുതാനന്ദൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന ആ രേഖ
അത് പാർട്ടി നേതൃത്വത്തെ വല്ലാതെ പ്രതിക്കൂട്ടിലാക്കുന്നില്ലേ? പ്രകാശ്, ഇത് ഈ പറയുന്ന പോലെ ഇത്രയും കാലം ഈ ലോകത്തല്ലേ ജീവിച്ചിരുന്നേ? എത്ര വർഷമായി ഇത് കാണുന്നു, ഈ തനിയാവർത്തനം. ഇനി ഇതും വാർത്തയാക്കാൻ ശ്രമിക്കുന്നത്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. VS-ന്റെ എന്ന പേരിൽ എഴുതപ്പെട്ട ഈ കുറിപ്പ് പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോഴില്ല, പാർട്ടി സമ്മേളനത്തിനും മുൻപിൽ ഇപ്പോഴില്ല. സഖാവ് SRP പറഞ്ഞു, മറ്റന്നാൾ നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പിൽ സഖാവ് VS അച്യുതാനന്ദന്റെ ഇപ്പോഴത്തെ ഈ പുതിയ ഈ കുറിപ്പൊന്നോ എന്തെല്ലാം വിധത്തിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നു, അതെന്താണെങ്കിലും അത് പാർട്ടിയുടെ മുമ്പിൽ ഇല്ല. അതെങ്ങനെയാണ് ശ്രീ മാധവൻകുട്ടി? അതായത് അതാണ് VS അച്യുതാനന്ദൻ ആ കുറിപ്പിൽ പറയുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനത്തിന് അതിനെ വെറുതെ അംഗീകരിക്കുന്നതാണ് അച്ചടക്കം. അതുപോലെ തന്നെ VS-നെതിരായ കാര്യങ്ങൾ നിരവധി റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കെ കേരളം കണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ VS പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുകൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അതിലുണ്ടാകില്ല, അതില്ല എന്ന് പറയുന്ന ആ രീതി, അതിനെയല്ലേ VS മാധ്യമങ്ങളെ ആശ്രയിച്ചിപ്പോൾ ചോദ്യം ചെയ്യുന്നത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് പാർട്ടിയുടെ ഇതുവരെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ എടുത്തിട്ടുള്ള പാർട്ടിയുടെ സംഘടനാ രേഖകൾ പ്രകാശിന് കാണാൻ കഴിഞ്ഞിരിക്കില്ല, എനിക്കും കണ്ടിട്ടില്ല. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം, സംസ്ഥാന നേതൃത്വം ചെയ്യേണ്ട സ്വയം വിമർശനങ്ങൾ കൂടി ഉള്ളതാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് മുമ്പിൽ വരുന്ന സംഘടനാ റിപ്പോർട്ട്. എന്നാൽ സഖാവ് VS-ന്റെ ഈ മനോരമയിൽ എഴുന്നള്ളിക്കപ്പെട്ട, ഇന്ന് മാധ്യമങ്ങൾ കുറച്ച് വൈകി ആഘോഷിക്കുന്ന, ഉത്സവ പിറ്റേന്ന് ആഘോഷിക്കുന്ന ഈ രേഖയോ ഈ വാക്കുകളിൽ സ്വയം വിമർശനം എന്നുള്ള വാക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ബാധകമല്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ എഴുതിയ കുറിപ്പാണെന്ന് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഷ അറിയുന്ന ആളുകൾക്ക് തിരിച്ചറിയുമല്ല എന്ന്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു പാർട്ടിക്കകത്ത് കൊടുക്കേണ്ട ഒരു രേഖയുടെ വ്യക്തമാണ്. ശ്രീ KM ഷാജഹാൻ, VS-ന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തുമാകട്ടെ, പക്ഷേ ഉയർത്തിയ വിഷയങ്ങൾ അത് CPM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളിനി ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞു പോകാൻ കഴിയുന്നതാണോ? ചുരുങ്ങിയ വാക്കുകളിൽ. അല്ല, CPM എങ്ങോട്ടാ പോകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മാധവൻകുട്ടി ഇവിടെ പറഞ്ഞത്. കാരണം ഈ നേതൃത്വത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, അത് ആരായിക്കോട്ടെ, VS അച്യുതാനന്ദൻ അല്ലെങ്കിൽ താഴത്തെ ഒരു പാർട്ടി സഖാവ് ആയിക്കോട്ടെ, അത് പറഞ്ഞാൽ ഞങ്ങളത് ചവിറ്റുകൊട്ടയിൽ എറിയും എന്ന് അസന്നിഗ്ധമായി മാധവൻകുട്ടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതാണ് CPM-ന്റെ ശൈലി എന്നാണ് മാധവൻകുട്ടി പറയുന്നത്. സ്വാഭാവികമായും CPM-ന്റെ ശൈലി CPM-നെ എവിടെ കൊണ്ടെത്തിക്കുമെന്നുള്ളത് കാത്തിരുന്ന് നമുക്ക് കാണാം. വളരെ നന്ദി ശ്രീ രാജു എബ്രഹാം MLA, ശ്രീ N മാധവൻകുട്ടി, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ KM ഷാജഹാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.